ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മകരമാസം 24-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 6-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 21 നാഴിക രോഹിണിയും ബാക്കി മകയിരവുമാണ്. നമ്മൾ പതിവ് പോലെ കത്തുകളിലേക്കല്ല കിടക്കുന്നത്, മറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ശനിമാറ്റം എങ്ങനെയാണ് ഓരോ രാശിക്കാരെയും ബാധിക്കുന്നത് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കന്നിരാശിക്കാരെ എങ്ങനെയാണ് ശനിമാറ്റം സ്വാധീനിക്കുന്നത് എന്നാണ് ബഹുമാനനായ നമ്മുടെ ഗുരുനാഥൻ സർ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം ശർമാജി. നമസ്കാരം. അപ്പോൾ ഇന്ന് കന്നിരാശി എന്ന് പറയുന്നത് ഉത്തര നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം 45 നാഴികയും, അത്ത നക്ഷത്രം പൂർണ്ണമായും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി 30 നാഴികയും ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്ന രാശി സമൂഹമാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് മാതൃസ്ഥാനത്തേക്ക് ശനി സഞ്ചരിച്ചു 2017 ജനുവരി 26 മുതൽ. മാതൃസ്ഥാനം എന്ന് പറയുന്നത് കന്നിരാശിക്കാർക്ക് കന്നി, തുല, വൃശ്ചികം, ധനു 4-ാം ഭാവം, മാതൃസ്ഥാനം, സുഖസ്ഥാനം എന്നിവയും ഇതിനെ ലഗ്നത്തിൻ്റെ 4-ാം ഭാവം പാതാളം എന്ന് പറയുന്ന സ്ഥലവും. അതിനെപ്പറ്റി പിന്നീട് നമുക്ക് പാതാളവും സ്വർഗവും ഒക്കെ പറയാം. ഏതായാലും മാതൃസ്ഥാനത്തേക്ക് ശനി സഞ്ചരിക്കുന്ന കാലം, അതായത് ഈ രാശിക്കാർക്ക് മാതാവിനും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും മക്കൾ, ഭർത്താവ് ഇവരെ സംബന്ധിച്ചും ഏതെങ്കിലും ശാരീരിക മാനസിക പരമായിട്ടുള്ള രോഗമോ അപകടമോ ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംഭവിക്കാം, ചിലപ്പം മധ്യഭാഗത്ത് സംഭവിക്കാം, ചിലപ്പം ഒടുവിൽ സംഭവിക്കാം. ഇപ്രകാരം മാതൃവിരഹമോ മാതൃദുഃഖമോ മാതൃകർമ്മമോ മാതാവുമായി അഭിപ്രായ വ്യത്യാസമോ വേർപെട്ട് താമസിക്കാനോ മാതൃവഴി ദുഃഖത്തിനോ മാതൃസ്വത്ത് ഭാഗപത്രത്തിൽ വെച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ, ചില തർക്കങ്ങളിലൂടെ, ചില മോഹഭംഗങ്ങളിലൂടെ 4 ഭാഗപത്രം ചെയ്ത് കിട്ടുന്നത് കൊണ്ട് സംതൃപ്തമാകുവാനും മാതാവിനെ ആര് നോക്കണം എന്നുള്ള ഒരു കൂലങ്കഷമായ ചർച്ചകളിൽ ഒങ്ങൊങ്ങ് എത്തിപ്പെടാതെ നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഏതായാലും താമസ സ്ഥലം സംബന്ധിച്ച് 4-ാം ഭാവം അതിന് സംബന്ധമായ തർക്കമോ അതുപോലെ തന്നെ പാർട്ടീഷൻ സംബന്ധമായ തർക്കമോ അയൽവക്കവുമായി ഏതെങ്കിലും തർക്ക വിതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും അടുത്ത 2.5 കൊല്ലം കഴിഞ്ഞ് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഓർത്ത് ഇച്ഛാഭംഗത്തോടെ ഇരിക്കാനുള്ള അവസരവും, സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം രംഗങ്ങളിലുണ്ട് അവയെല്ലാം അസുഖമായിട്ട് തീരുക, അല്ലെ അസ്വസ്ഥമായിട്ട് തീരുക. ഇപ്രകാരവും വിദ്യാർത്ഥികൾക്ക് വിദ്യാമാന്ദ്യം സംഭവിക്കുകയും സ്കൂളോ കോളേജോ പഠന കേന്ദ്രങ്ങളോ മാറിപ്പോവേണ്ട രംഗങ്ങളോ സമരമോ ലീഗലായിട്ടോ അല്ല ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ വേണ്ടി സംഘടിച്ചിട്ട് സസ്പെൻഡ്, ഡിസ്മിസ് മുതലായത് വരിക. അതുപോലെ തന്നെ തൊഴിൽ മുടക്കി നിൽക്കുന്ന പ്രസ്ഥാനക്കാർക്ക് നാശനഷ്ടങ്ങൾ വരുത്തി തീർക്കുകയും, ഇതൊന്നുമല്ലെങ്കിൽ തന്നെ എതിരെ വരുന്ന വാഹനം സ്ഥാപനത്തിലേക്ക് ഓടിക്കയറി തട്ടിമുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും, നാം ഉപയോഗിക്കുന്ന വാഹനം സംബന്ധിച്ച് ഇൻകമ്മിങ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഗോയിങ് സംബന്ധിച്ച് ഏതെങ്കിലും മുട്ടോ തട്ടലോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി ലീഗലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതകളും നാശനഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകൾ. ഉദ്യോഗാർത്ഥികൾക്ക് പാസ്സായ ടെസ്റ്റ് പോലും ചോദ്യം ചെയ്യാൻ സാധ്യത. കൂട്ടു ബിസിനസ്സുകാർക്ക് പൊതുവെ ഒരു അതൃപ്തി. കമിതാക്കൾ തെറ്റിപ്പിരിയുക. ദാമ്പത്യത്തിൽ ആഹ്ലാദപരമായിട്ടിരിക്കുന്നവരിൽ സംശയത്തിൻ്റെയോ രോഗത്തിൻ്റെയോ വിത്തുകൾ മുളയ്ക്കുക. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് കിട്ടിയവർ തക്ക സമയത്ത് തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ വരിക. എന്നിട്ട് നമ്മൾ അതിന് നിയമപരമായ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. അവസാനം അതുമില്ല ഇതുമില്ല, കൊടുത്ത കാശുമില്ല, തെളിവുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരിക. ഈ രാശിയിൽപ്പെട്ട പല ഉന്നത വൈദേശികപരമായി സാമ്പത്തികം മുടക്കി കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക് അവർക്ക് പണം കിട്ടേണ്ട സമയമാകുമ്പോഴത്തേനും അവിടുത്തെ രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മൽപ്പിടുത്തമോ യുദ്ധമോ ഒക്കെ ഉണ്ടായി തോൽവി സംഭവിക്കാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട്. ജാതക നിലയിൽ സ്ത്രീ പുരുഷ പണ്ഡിത പാമര
കുബേര വ്യത്യാസം, രാജ്യാന്തര വ്യത്യാസമന്യേ മകരം, കുംഭം, തുല ഈ രാശികളിൽ ഉച്ചബലത്തോടു കൂടിയോ ശശമഹായോഗത്തോടു കൂടിയോ ശുഭഗ്രഹങ്ങളുടെ കൂടെയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടെയോ ശുഭഗ്രഹങ്ങളുമായി മിത്രത്തിൽ നിൽക്കുകയോ അക്ഷബലം കക്ഷിബലം ഒക്കത്തോടു കൂടി നിൽക്കുന്ന ശനിഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞ പ്രവചനങ്ങൾ ഏതാണ്ട് 25%. ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് 100% ദോഷവും ഏതാണ്ട് 3/4 ബലത്ത് നിൽക്കുന്നവർക്ക് അരബലവും ആയിട്ട് ലഭിക്കും. പൊതുവേ ശരാശരി ജാതകത്തിൽ ഗുണകരമായി ശനി നിൽക്കുന്നവർക്ക് ഗുണം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയും ദോഷമായി നിൽക്കുന്നവർക്ക് ദോഷശാന്തി വരുത്തുന്നതിന് വേണ്ടിയും മിശ്രഫലം നിൽക്കുന്നവർക്ക് അവർക്ക് കാഠിന്യങ്ങൾ കുറഞ്ഞ് അടുത്ത സന്താന സ്ഥാനത്തേക്ക് ഈ രാശിക്കാർക്ക് ശനി സഞ്ചരിക്കാൻ പോവുകയാണ്. അത് സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ഈ ഇപ്പോൾ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടിയെടുക്കുന്നതിലേക്കായി അതിപ്രധാനമായ ഒരു സർവേശ്വര സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം വരുന്ന ആഗസ്റ്റ് മുതൽ സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ആ ഗ്രഹം ഏതാണെന്നും അവ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്ന് എങ്ങനെ തലയൂരി നിൽക്കാമെന്നും ഒക്കെ അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പറഞ്ഞു തരാവുന്നതാണ്. അതുവരെ ദോഷശാന്തികൾ നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന സ്തോത്രങ്ങളെ കൊണ്ട് നീരാഞ്ജനം പുഷ്പാഞ്ജലി ശനിപൂജാദികൾ ചെയ്യുമോ. ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവോം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹേ തന്നോരുദ്ര പ്രചോദയാൽ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരധരേഭ്യശ്ച സർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാരായ നമോ കരവികരനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതധമനായ നമോ മനോന്മനായ നമ. ഇപ്രകാരമുള്ള പഞ്ചബ്രഹ്മ മന്ത്രങ്ങളെ കൊണ്ട് ശിവഭഗവാന് ജലധാര, കരിക്കുധാര, ഇളനീർധാര, അതുപോലെ പനിനീർധാര, അഷ്ടാഭിഷേകത്തിൽ ഇവയിലേതെങ്കിലും ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് കാഠിന്യങ്ങൾ കുറയ്ക്കുകയും ഇനി അതിനുമേൽ ഏതെങ്കിലും ജാതക നിലയിൽ ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ശനി ഹോമാദികളും അതുപോലെ തന്നെ ശനി യന്ത്രങ്ങൾ ധരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതുമാണ്. ഈ പ്രകാരം ദോഷഫലങ്ങൾ മാറുകയും ഗുണം ലഭിക്കുന്നവർക്ക് ഗുണം ഇരട്ടിച്ച് കിട്ടുന്നതിനും ഇടയാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം